ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBI ക്രെഡിറ്റ് കാർഡ്സുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആമസോൺ സെയിൽസ് വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ഈ മാസം 26, 27 ആ റേഞ്ചിൽ തന്നെ നമുക്ക് സെയിൽസ് തുടങ്ങും. നിങ്ങളൊരു ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 26-ാം തീയതി തന്നെ നിങ്ങൾക്ക് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് SBI ക്രെഡിറ്റ് കാർഡ്സും HDFC ക്രെഡിറ്റ് കാർഡും ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൽ തന്നെ SBI ക്രെഡിറ്റ് കാർഡ്സുകൾക്ക് 3 ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം SBIന്റെ കുറേ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. SBI ക്രെഡിറ്റ് കാർഡ്സുകളിലും HDFC ക്രെഡിറ്റ് കാർഡിനും 10% ഡിസ്കൗണ്ട് ഒക്കെ വരുന്നതാണ് ആക്ച്വലി ആമസോൺ സെയിൽസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മുടെ SBIയുടെ സിംപ്ലി ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ SBIയുടെ BPCL ക്രെഡിറ്റ് കാർഡ്, സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡ്. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഓഫർ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡായിട്ട് നമ്മൾ എല്ലാ ഓൺലൈൻ പർച്ചേസുകൾക്കും 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. സിംപിളി ക്ലിക്ക് അല്ലെങ്കിൽ സിംപിളി സേവ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നോർമലി എല്ലാ വരുന്ന SBI ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും നമുക്ക് കിട്ടും. ഇപ്പോൾ BPCL കാർഡാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള കോബ്ര ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമുക്ക് എല്ലാ ഓഫേഴ്സും കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അങ്ങനെ കുഴപ്പമുണ്ട്. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു SBI കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ കാർഡ് വേറെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ KYC കൊടുത്തു കഴിഞ്ഞാൽ വേറെ കാർഡ് കിട്ടും, അതും സെപ്പറേറ്റ് ലിമിറ്റിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഓഫർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കാർഡ്സ് എടുത്തു വെക്കാൻ നോക്കുക. പ്രത്യേകിച്ച് HDFCയുടെ മില്ലിനിയർ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആക്ച്വലി ഈ ഓഫറിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കാർഡുകൾ പറയുമ്പോൾ എൻ്റെ 3 SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, HDFC കാർഡാണെങ്കിൽ എൻ്റെ 4 ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ആമസോണിൻ്റെ ICICIയുടെ കാർഡാണെങ്കിൽ 3 ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ ഓഫേഴ്സ് വരുള്ളൂ. ഫ്ലിപ്കാർട്ടിലെ ആക്സിസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു 99% ഉപയോഗിക്കുന്നത് ആമസോണാണ്. 11% വേണമെങ്കിൽ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടിലും നമുക്ക് എന്തെങ്കിലും ഓഫർ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാമല്ലോ. അതിനാണല്ലോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ആവശ്യമുള്ള ക്രെഡിറ്റ് കാർഡ്സ് എടുത്തു വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ഈ മാസം കുറച്ച് 2-3 മാസങ്ങളായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ അപ്രൂവൽ റേറ്റ് അത്യാവശ്യം കുറവാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ എന്താ പറയുക. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ സാംസങ് ക്രെഡിറ്റ് കാർഡാണ്. ഇതിന് നമുക്ക് സാംസങ് സാധനങ്ങളൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സാംസങ് ഷോപ്പിൽ കൂടെ ഇപ്പോൾ S23 ഒക്കെ നല്ല ഓഫർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ 10% കിട്ടും കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്കുകൾ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാർഡാണ് നമ്മുടെ HDFCയുടെ നമ്മുടെ എന്താ പറയുക മില്ലിനിയയുടെ കാർഡ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു HDFCയുടെ കാർഡാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ICICIയുടെ കോറൽ ക്രെഡിറ്റ് കാർഡ്. ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഓഫർ ടൈമിലൊക്കെ നല്ല ഉപയോഗം വരുന്ന കാർഡുകളാണ് കേട്ടോ. അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ കാർഡുകൾക്കും നമുക്ക് ആമസോണിൽ ഇഷ്ടം പോലെ ഓഫർ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്. എൻ്റെ 3 കാർഡുണ്ട്. പിന്നെ യെസ് ബാങ്കിൻ്റെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ, എന്നുവെച്ചാൽ വലിയ ഓഫറൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ HDFCയുടെ തന്നെ മണി ബാക്ക് കാർഡായാലും നമുക്ക് HDFC ഓഫർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നു. പിന്നെ നമുക്ക് വരുന്നതാണ് പിന്നെ ICICIയുടെ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എവിടെ അത് ഇത്ര നേരം കയ്യിലുണ്ടാകുന്നല്ലോ. ഇതിൻ്റെയൊക്കെ നമുക്ക് ഈ സാധനം മറച്ചു വയ്ക്കണം, അതാണ് കുഴപ്പം. SBIയുടെ BPCLൻ്റെ കാർഡ്, അതുപോലെ തന്നെ SBIയുടെ സിംപിളി ക്ലിക്ക് കാർഡ് കണ്ടോ. സിംപിളി ക്ലിക്കാണ് ഏറ്റവും നല്ലത് സിംപിളി സേവിനെ കാട്ടും. എന്താ വെച്ചാൽ പക്ഷേ സിംപിളി സേവ് ആകുമ്പോൾ നിങ്ങൾക്ക് റൂപേ കാർഡിലും കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് കുറച്ച് ഗുണം. എന്താ വെച്ചാൽ സിംപിളി സേവ് എല്ലാ ആപ്പിലും അങ്ങനെ നമ്മുടെ ഓഫറിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി എടുത്തു വെക്കേണ്ട കുറച്ച് കാർഡുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നത് നമ്മുടെ ആമസോൺ ICICI കാർഡാണ്. പക്ഷേ എന്തായാലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആമസോണിൽ തന്നെ കാണിക്കും, എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ അടുത്ത് പറയാത്ത കാർഡ്. അപ്പോൾ ഈ കാർഡുകളിലൊക്കെ ഞാൻ റെഫറൽ ലിങ്ക് നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് താഴെ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും, മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണുന്നവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.